കച്ചവടത്തിനിട്ടൊരു പറമ്പിലിട്ട കളി. അപ്പോൾ ഇത് വിറ്റ് പോയി കഴിഞ്ഞാൽ ഓരോ സ്വപ്നങ്ങളൊക്കെ ഇല്ലാതെയാവും. എങ്ങനെയാണെങ്കിലും സ്കില്ല്, ടാലൻറ്റ്, ടൈമിങ്, പാസ്, ഇതൊക്കെ നമ്മൾ സൂപ്പറായി കാണുന്നുണ്ടെങ്കിൽ ISL അല്ലെങ്കിൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ്, സ്പാനിഷ് ലീഗ്, അല്ലെങ്കിൽ ഓരോ രാജ്യത്തിൻ്റെ ലീഗുകൾ, ഇതൊന്നിലൊന്നും കാണാൻ കഴിയാത്തത് നമ്മളെ ചുറ്റെടുത്ത് കാണും. നമ്മളിത് കാണാൻ കുറച്ച് സമയമാണ് ചിലവഴിച്ചിട്ടുണ്ടല്ലോ, അടിപൊളി കളി. ഇതിപ്പോൾ കോച്ചുമാരോ അല്ലെങ്കിൽ വേറെ കോച്ചിങ്ങോ ഒരു സംഭവം ഇല്ലാതെ വളരെ കൃത്യമായി നാച്ചുറലായിട്ട് അവരുടെ ഐഡിയകൾ, എത്ര ചെറിയ ഗ്രൗണ്ടിലാണെങ്കിലും അവിടെ കോർണറുണ്ട്, ത്രോ ഉണ്ട്, ഹാൻഡ് ഉണ്ട്, എല്ലാവിധ സംഭവങ്ങളും ഉണ്ട്. കളിക്കാനോ പാഞ്ഞ് കളിക്കാനോ ഏരിയ ഇല്ല എന്നുള്ളൂ, ആളില്ലാത്ത പ്രശ്നം. ഒരു ടൈമിൽ സെവൻസ് അല്ലെങ്കിൽ സെവൻസ് അല്ല 11s 40 ആൾ വന്നാലും 20 ടീം ഇറങ്ങും. പിന്നെ 11s, നിയമപരമായ 11സും 7സും എത്ര ആളാണെന്ന് വെച്ചാൽ അത്ര ആൾ പകുതി ആയിട്ട് എത്ര ചെറിയ ഗ്രൗണ്ടിൽ ഇറങ്ങി കളിച്ചിരുന്നത്. ഇന്നത്തെ ടൈമിൽ ചോദിച്ചു നോക്കുമ്പോൾ 5s അത്ര 5sക്ക് എത്തി തന്നെ. അതായത് 5സിലെ കളിയുള്ളൂ എന്ന് ഈ പ്രായത്തിലുള്ളവർക്ക്. ആളില്ല, കളിക്കാൻ ആളില്ല. അപ്പോൾ അതാണ് അവസ്ഥ. അപ്പം ഇനിയിപ്പോൾ കുറച്ചും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ തേർഡ്സ് ആവും. 3 ആൾ എന്നുവെച്ചാൽ പകുതി ആൾക്ക്. ബാക്കിയുള്ള കുറേ കുട്ടികളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുള്ള് സർക്കാർ ജോലിക്കും ഇതിനു വേണ്ടി മാത്രമല്ലേ വളർത്തിയെടുക്കുന്നത്. അല്ലെങ്കിൽ മാന്യന്മാർ മാത്രമായിട്ട് കുറേ ആൾക്കാർ ആ സ്ഥാനത്ത് ഇത്തരത്തിലുള്ള കാഴ്ചകളൊക്കെയാണ്. ഇപ്പോൾ കൂട്ടത്തിലെ ഏറ്റവും ചെറിയ ആളെ കണ്ടില്ലേ, പുള്ളിക്കാരനറിയാം അവരെ അടി താങ്ങില്ല എന്നോ എന്ന് വെച്ച് പേടിച്ച് മാറി നിൽക്കണമെന്നില്ല. പുള്ളിക്കാരൻ ഒഴിഞ്ഞു മാറേണ്ട സ്ഥലത്ത് ഒഴിഞ്ഞു മാറും, ചെല്ലേണ്ടടുത്ത് വെറുതെ ആളായി ചെല്ലും. പക്ഷെ ഭാവിയിൽ വളർന്നു വരുന്ന ഏറ്റവും നല്ല താരം അവനാവും. കാരണം അവന് ഐഡിയ അറിയാം ആ കൂട്ടത്തിൽ എങ്ങനെ ഒഴിഞ്ഞു മാറണമെന്നോ. ഇതൊക്കെ തന്നെ ഐഡിയ അറിഞ്ഞ ടെക്നിക്ക്. ആ ടെക്നിക്ക് അറിയാം, ആവശ്യമുള്ളപ്പോൾ ആ സ്ഥലത്ത് എത്തുകയും ചെയ്യും. അതൊക്കെയാണ് ക്വാളിറ്റി. എന്തൊക്കെ ഒരു പാസിങ്, വളരെ കൃത്യമായ പാസിങ്, ആ ചെറിയ സ്ഥലത്തും അവരെത്ര നീറ്റായിട്ട് കളിക്കുന്നു. നമ്മളൊരു ക്രിക്കറ്റ് ഗ്രൗണ്ട് സെറ്റപ്പ് ആക്കാൻ വേണ്ടിയിട്ട് പഴയ ഗ്രൗണ്ടിലേക്ക് ഒന്ന് പോയി നോക്കിയതാണ്. അപ്പോൾ അതിൻ്റെ അടുത്തുള്ളൊരു സ്ഥലത്താണ് ഈ സംഭവം. ഇന്ത്യൻ സൂപ്പർ ലീഗ് നടത്തുന്ന കാര്യത്തിനെ പറ്റിയിട്ട് ഇപ്പോൾ കുറച്ച് വാർത്തയിൽ ഉണ്ടായിരുന്നു. അത് പ്രതിസന്ധിയിലാണ്, ക്ലബ്ബുകൾ നഷ്ടത്തിലാണ്, അല്ലെങ്കിൽ ഫെഡറേഷൻ നടത്താനുള്ള സെറ്റപ്പ് ഇല്ല എന്നൊക്കെ ന്യൂസിൽ. അപ്പോൾ സത്യത്തിൽ എങ്ങനെയാണ്, 1.5 മാസം കൊണ്ട് നടത്തിയിരുന്ന ഒരു കളിയാണ് ISL. അന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ കളി കാണുകയും ചെയ്തിരുന്നു. സ്പോൺസർമാരെ ഇഷ്ടംപോലെ കിട്ടിയിരുന്നു. ഏതൊരു ഫുട്ബോൾ എവിടെ അടുത്ത് ഉണ്ടെങ്കിലും ആ ഗ്രൗണ്ട് ഫുള്ളാവും. ആൾമോസ്റ്റ് ഇപ്പോൾ കൊച്ചിയിലെ കളിയാണെങ്കിലും എവിടെയാണെങ്കിലും. ഇപ്പോൾ ഇന്ന് ഈ 6 മാസമോ അല്ലെങ്കിൽ 3 മാസം 4 മാസത്തോളം നീണ്ടു നിൽക്കുന്ന ലീഗാക്കിയപ്പോൾ കളിക്ക് ആളില്ലാതായി. കുറേ കളി ഉണ്ടായിട്ട് കാര്യമില്ല. ഇപ്പോൾ ഒരുപാട് കളിക്കാരെ ഉണ്ടാക്കിയിട്ട് അത് ലോഡ് ചെയ്ത് കൊണ്ടുപോകാൻ സ്പോൺസേഴ്സ് കിട്ടില്ല. സ്പോൺസേഴ്സിന് ആ ലോഡ് കൂടും. ആ ഒരു ചിന്താഗതിയൊന്നും ഇല്ലാതെ ഇപ്പോൾ ISL ആർക്കും വേണ്ടാത്തൊരു ലീഗായി മാറി. കാണികളുടെ കാര്യമല്ല, ഫെഡറേഷനിൽ തന്നെ അവർക്ക് തന്നെ ക്ലബ്ബുകൾക്കും താല്പര്യമില്ല, സ്പോൺസർമാരെ കിട്ടാനില്ല, അങ്ങനത്തെ ഒക്കെ അവസ്ഥയാണ്. അപ്പോൾ കുറേ പണം കൊണ്ട് ഒഴുക്കി എന്ന് വെച്ചുകൊണ്ടൊന്നും ഫുട്ബോൾ കറക്റ്റായിട്ട് വളർന്നു വരില്ല. ഇത്തരത്തിലുള്ള സ്കില്ലുള്ളവർക്ക് അവസരങ്ങൾ ചെറുതാണെങ്കിലും ഉണ്ടാക്കി കൊടുത്താൽ തന്നെ ഫുട്ബോൾ ഉയർന്ന രീതിയിൽ മെച്ചപ്പെട്ടു വരും. നമ്മുടെ നാട്ടിലെ അവസ്ഥ കാരണം. അപ്പോൾ നമ്മുടെ ലോക്കൽ ടൂർണമെൻറ്റുകൾ ഒരുപാട് നടക്കുന്നുണ്ട് അടിപൊളിയായിട്ട്. ഏറ്റവും സൂപ്പറായിട്ട് മലപ്പുറത്തിൻ്റെ കാര്യമാണെങ്കിൽ ഒരുപാട് മലപ്പുറം, പാലക്കാട്, തൃശ്ശൂരൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ISL പോലുള്ളൊരു ലീഗൊക്കെ നമ്മൾ ക്വാളിറ്റി കുറഞ്ഞു വരുമ്പോഴാണ് നമ്മൾ കൊച്ചി പോയി കളി കണ്ട ആൾക്കാരാണ്. ഏറ്റവും ലേവസ്റ്റായിട്ട് ടീം തോറ്റെടുക്കുന്ന ടൈമിൽ പോയിട്ട് 62,000 ആൾ കാണാണ്ടായിരുന്നു.